ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു റെസിപ്പിയാണ്, അതായത് നമ്മുടെ സോജികേൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിൽ റവ എടുക്കണം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ഈ കാഷ്യൂ നട്ട്സൊക്കെ എടുക്കണം. നട്ട്സായിട്ട് ഞാൻ എടുക്കുന്നത് കാഷ്യൂനട്ട്, ബദാമും പിന്നെ ഗ്രേപ്സാണ്. ഇവിടെ ഞാൻ കാഷ്യൂനട്ടിനും ബദാമിനും നല്ലവണ്ണം പൊടിക്കുന്നുണ്ട്. അത് നന്നായി പൊടിച്ചതിന് ശേഷം നമ്മൾ ആ പാൻ ഉണ്ടല്ലോ, ആ പാനിലേക്ക് ഒരു ഗ്ലാസ് റവ ഞാൻ എടുത്ത് മാറ്റി വെച്ച് ഒരു ഗ്ലാസ് റവ അങ്ങ് നന്നായി ഇട്ട് ആ റവ മൊത്തം ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ആ റവ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതേ പാനിലേക്ക് നമ്മൾ കുറച്ച് ഗീ ഇട്ടെടുക്കാം കേട്ടോ. ഈ ഗീ ഇട്ടതിന് ശേഷം നമുക്ക് ബദാമും നട്ട്സൊക്കെയാണ് ഇടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സോജിക എന്ന് പറയുന്നത് ഇഷ്ടമുള്ളവരുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ സോജിക എന്ന് പറയുന്നത്, എൻ്റെ ജീവനാണ്. അപ്പോൾ സോജിക ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. നമുക്ക് നോക്കാമല്ലോ എത്ര ആൾക്ക് സോജിക ഇഷ്ടമാണെന്ന്. ഇനി ഈ ബട്ടർ നന്നായി നല്ല അലിഞ്ഞ് ഒരു മൊത്തം വെള്ളം പോലെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് നട്ട്സ് ഇട്ടെടുത്ത് ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ റെസിപ്പീൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ റെസിപ്പീൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കണ്ട. ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ വീഡിയോ ഇടാം. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്ന് പറയാം. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും ബട്ടർ ഇട്ട് അതിലേക്ക് റവ ഇടുന്നുണ്ട്. നമ്മൾ റോസ്റ്റാക്കിയ റവേനെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കട്ട പോലെയാണ് ആകുന്നത്. അപ്പോൾ അതിലേക്ക് വീണ്ടും ഒരു 3/4 ഗ്ലാസ് പഞ്ചാര ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് വെള്ളമാണ്, 1 ഗ്ലാസ് വെള്ളമാണ് ഇടുന്നത്. അത് ഈ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി, സാരില്ല. എന്നിട്ട് നമ്മൾ വെള്ളം ഇട്ടിട്ട് നല്ല ലോ ഫ്ലെയിമല്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നല്ല തിക്നെസ് വരാൻ തുടങ്ങും. ഇപ്പോഴേ ഇങ്ങനെയായി. ഇനി വയ്യാകുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും. നല്ല കട്ടി എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായിട്ട് വരും. ആ കട്ടിയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് പാൻ അങ്ങ് എടുക്കാം നമ്മൾ ഗ്യാസിൽ നിന്ന്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലേറ്റിലേക്ക്, നിങ്ങൾക്ക് ഏതാ പ്ലേറ്റ് വേണ്ട ആ പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. സത്യം പറയാലോ അടിപൊളിയായിരുന്നു. ഞാൻ തോന്നിയിട്ട് നോക്കി, യോ റബ്ബേ പറയണ്ട, ഉഫ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യട്ടോ, മസ്റ്റ് ട്രൈ.